ഹലോ, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഡോർ ഹാങ്ങിങ് ആണ്. അതിനുവേണ്ടി ഞാനിതാ ഇതുപോലൊരു പേപ്പറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേപ്പർ എടുക്കാം. എന്നിട്ട് ഞാനിതാ ഇത്രയും ഒരു വിട്ടിൽ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ എൻഡിൽ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അതിൽ ഞാനൊരു ബട്ടർഫ്ലൈ ഷേപ്പിൽ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ബട്ടർഫ്ലൈ ഡോർ ഹാങ്ങിങ് ആണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇതിൻ്റെ അതേ ഷേപ്പിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. കാരണം നമുക്ക് ഈ പേപ്പറിലുള്ള ആ ഒരു ബട്ടർഫ്ലൈൻ്റെ ആ ഒരു ഔട്ട്ലൈൻ നമുക്ക് ആവശ്യമുള്ള തന്നെയാണ്. അതുകൊണ്ട് അത് കളയാത്ത വിധത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എന്നെ തൊട്ടടുത്ത് കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ എൻ്റെ എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതാ ഇതുപോലെ ഒരു ബട്ടർഫ്ലൈനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ പേപ്പറും കൂടെ നോക്കാം. കണ്ടില്ലേ, ഇതിൽ നമുക്ക് ആ ഒരു ഔട്ട്ലൈൻ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഈ പേപ്പർ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ 5 എണ്ണം കിട്ടിയിട്ടുണ്ട്. എനിക്ക് 5 ബട്ടർഫ്ലൈസിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ബട്ടർഫ്ലൈസിനെ ഒരു സ്പൈറൽ ഷേപ്പിൽ ഹാങ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 8 എണ്ണം എടുത്തിട്ടുണ്ട്. 3 ബട്ടർഫ്ലൈസ് ഞാൻ എക്സ്ട്രാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇങ്ങനെ ഒരു ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സർക്കിൾ ഷേപ്പിലാക്കി എടുക്കാനാണ് നോക്കുന്നത്. പക്ഷേ ഇതൊരു കട്ടി കുറഞ്ഞ പേപ്പർ ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ അടിയിൽ കുറച്ച് കട്ടിയുള്ള ഇതുപോലൊരു പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പുറത്ത് ഇതുപോലൊരു സിൽവർ കോട്ടിങ് കൂടി ഉണ്ട്, ഒരു ഷൈനിങ് കൂടി കിട്ടും. അപ്പോൾ നമ്മൾ ബട്ടർഫ്ലൈസിന് അതിൻ്റെ മുകളിൽ വെക്കുകയാണെങ്കിൽ ഒരു സിൽവർ കളറിൽ ബട്ടർഫ്ലൈസിനെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാനിത് ഫെവിക്കോൾ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിതിൻ്റെ എൻസിലൂടെ മാത്രം ഒന്ന് ചെറുതായിട്ട് ഫെവിക്കോൾ തേച്ച് കൊടുക്കുന്നേ ഉള്ളൂ. ഈ പേപ്പർ പെട്ടെന്ന് കളർ പോകുന്ന ടൈപ്പാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ ചെറുതായിട്ട് ഫെവിക്കോൾ ആക്കി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ നല്ല പേപ്പർ ആണെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും നന്നായിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഒട്ടിക്കാം. അപ്പോൾ ഞാനിത് ഇവിടെ ഏകദേശമൊക്കെ ഒന്ന് ആക്കി കൊടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നല്ലോണം അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ബട്ടർഫ്ലൈസ് ഒന്നും ചുളുങ്ങിയൊന്നും പോവാതെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക, കാരണം നമ്മുടെ ബട്ടർഫ്ലൈസിൻ്റെ ഷേപ്പ് മിസ്സാകാൻ പാടില്ല. ഇനി നമുക്കിതിൻ്റെ ബാക്കി വരുന്ന പോർഷൻസ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇതുണ്ടോ, ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ എൻഡിൽ ഗം അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതുപോലെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കൈവച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ പേപ്പർ കളർ ഇളകുന്ന ടൈപ്പാണ്. അതുകൊണ്ട് നമ്മൾ എക്സസ് ഗം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പേപ്പറിലെ കളർ ഇളകി പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇനി നമുക്കിതുപോലെ ത്രെഡാണ് വേണ്ടത്. അപ്പോൾ ഏത് കളർ ത്രെഡ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ ഇത് ബ്ലൂ ആയതുകൊണ്ട് ഒരു ബ്ലൂ കളർ ത്രെഡ് തന്നെ എടുത്തുവെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വൈറ്റോ ബ്ലാക്കോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ബട്ടർഫ്ലൈസിന് ഹാങ് ചെയ്യാനുള്ള ത്രെഡാണ്. അപ്പോൾ ഞാൻ സ്പൈറൽ ഷേപ്പിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതുപോലെ ഒരെണ്ണം ഇത്രയും ചെറുത് എടുത്തു, അതിൻ്റെ തൊട്ട് വലുതാണ് അടുത്ത് കട്ട് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ വലുത്, അതുപോലെ ഞാൻ എൻ്റെ 8 എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ത്രെഡ് സ്റ്റിക്ക് ചെയ്തു. അതിന് വേണ്ടി സെലോ ടേപ്പ് വെച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗമ്മ യൂസ് ചെയ്യാം. അപ്പോൾ ഇതാ ഓരോന്ന് ചെറുതിന്ന് വലുതിലേക്കായിട്ട് ഇതുപോലെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. റൗണ്ട് ഷേപ്പിൽ മൊത്തത്തിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, 8 ത്രെഡ് നമ്മളിതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബട്ടർഫ്ലൈസിനെ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ എൻഡിൽ ഒരു ത്രെഡിൻ്റെ എൻഡിൽ ഞാൻ ഒരു ബട്ടർഫ്ലൈനെ എടുത്തിട്ട് ഇതേപോലെ വീണ്ടും സെലോ ടേപ്പ് വെച്ചിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ സെലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചാലും നമുക്ക് അങ്ങനെ അറിയൊന്നുമില്ല, എന്നാലും അങ്ങനെ ഒരു ഇതുള്ളവരുണ്ടെങ്കിൽ ഗമ്മ വെച്ചിട്ട് തന്നെ ഒട്ടിക്കാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് സർക്കിൾസ് കട്ട് ചെയ്തെടുക്കുകയാണ് ഞാൻ. അപ്പോൾ അതേ പേപ്പറിൽ തന്നെ സർക്കിൾസ് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വരച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ അത്ര പെർഫെക്റ്റ് ഷേപ്പിലൊന്നും അല്ല,
ഇവിടെ ഏകദേശം ഒരു സർക്കിൾ ഷേപ്പിൽ ഞാനിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ബട്ടർഫ്ലൈസിൻ്റെ മേലേക്ക് ബാക്കി വരുന്ന ത്രെഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഇത്രയും സർക്കിൾസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ത്രെഡിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ ത്രെഡിൽ ഞാൻ ഒരെണ്ണം ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്, രണ്ടാമത്തെ ത്രെഡിൽ 2 എണ്ണം വെച്ചിട്ട്, മൂന്നാമത്തെ ത്രെഡിൽ അതേപോലെ തന്നെ 3 എണ്ണം ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതുപോലെയാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേണിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ 8ാമത്തെ ത്രെഡിൽ 8 എണ്ണം വെച്ച് ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്കൊരു 4 ത്രെഡ് ഒരേ വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഇത് മേലെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഈ ത്രെഡ് ഇതുപോലെ ഈ സർക്കിളിൻ്റെ 4 മൂലയ്ക്കായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിൽ ഓരോ ത്രെഡ് ഇതുപോലെ എടുക്കുക. എന്നിട്ട് 4 ത്രെഡും കൂടെ ഒരുമിച്ച് പിടിച്ചിട്ട് ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ക്രാഫ്റ്റിനോട് ഇൻട്രസ്റ്റ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ബാക്ക് അടിച്ച് പോകരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്രാഫ്റ്റിനോട് ഇൻട്രസ്റ്റ് ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഈ നമ്മുടെ ചാനലിലിടുന്ന വീഡിയോസൊക്കെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പം ഞാനിതാ ഇതുപോലെ ഒരു നോഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ 4 ത്രെഡും കൂടെ കൂട്ടി മേലെ ഒരു നോഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്കിതിൻ്റെ ബാലൻസ് വരുന്ന പോർഷൻ ഒന്ന് താഴേക്കാക്കിയിട്ട് അതിൻ്റെ എൻ പോർഷനും കൂടി ഈ നോഡിൻ്റെ അവിടെ തന്നെ ഒന്ന് 2 പ്രാവശ്യം ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ബാലൻസ് വരുന്ന പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ കണ്ടില്ലേ, ഇതിങ്ങനെ ഹാങ് ചെയ്യാൻ പാകത്തിന് ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതുപോലെ കുറച്ച് സർക്കിൾസ് കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലത്തെ ത്രെഡിൽ സ്റ്റിക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ഇതുപോലെ കിടക്കും. ഇപ്പോൾ ഞാനിത് പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എടുത്തതാണ്. ഇത് ഞാൻ നൈറ്റ് എടുത്തതാണ് കേട്ടോ. ഇതിൻ്റെ ഷാഡോ കണ്ടില്ലേ, ഷാഡോ വന്നപ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗി വെച്ചപോലെ തോന്നി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഒപ്പീനിയൻ, സജഷൻസ്, അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ റെക്കമെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.